ഹലോ, ദാമോദരൻ സാറിനെ വിളിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞ അണ്ണനാണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. പിന്നെ എപ്പോഴും വിളിക്കുന്നത് ഞാനാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അയ്യോ അല്ല, എന്നാ നല്ല ശബ്ദം കേട്ടോ അണ്ണാ. അണ്ണന്റെ നല്ല ശബ്ദമാ. എന്റെയോ? അണ്ണന്റെ പേരെന്താ? അല്ല, എന്റെ പേരെന്തിനാ നിങ്ങൾ അറിയുന്നത്? നിങ്ങൾ വിളിച്ച ആളല്ലല്ലോ ഞാൻ. പെണ്ണുങ്ങല്ലേ, പ്ലീസ് പേര് പറ. എന്റെ പേരോ? ആ പേര് പറ. ഞാൻ ചോദിക്കുന്നുണ്ടെന്നും വിചാരിക്കരുത്. ഇല്ല. കുട്ടിയുടെ പേരെന്താണ്? എന്റെ പേര് മഞ്ജു. മഞ്ജു വേണോന്നോ? മഞ്ജു. മഞ്ജു? മഞ്ജു നല്ല പേര്. എന്ത് ചെയ്യുന്നു? ഞാന് ടെക്നോ പാർക്കില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? ആ പാർക്കിൽ പോയി ശകല നേരം കാറ്റുകൊള്ളാം. അയ്യോ, കാറ്റുകൊള്ളുന്ന പാർക്കല്ല, ജോലി ചെയ്യുന്ന പാർക്ക്. നിനക്ക് എന്നാടാ? നിനക്ക് എന്നാ? പേര് പറ. പേര് പറയട്ടോ. എന്റെ പേരോ? എന്റെ പേര് മന്മഥൻ. നല്ല പേര്. വാവുവോ? വാവല്ല, വാവൂന്ന് വെച്ചതാ. എനിക്ക് നിന്നെ കാണാൻ കൊതിയാകുന്നടി. എനിക്ക് കാണാൻ മുട്ടിയിരിക്കും. എനിക്ക് കണ്ടേ പറ്റൂ. വാട്സപ്പ് ഉണ്ടോ? ഉണ്ടായിരുന്നു, അതിപ്പോ പൂട്ടി. അതെ, വണ്ടിയൊന്നും വരുന്നില്ലെന്നേ. എന്താ ഉദ്ദേശിച്ചത്? വർക്ക്ഷോപ്പ് ഉണ്ടോന്നല്ലേ ചോദിച്ചത്? അയ്യോ, വർക്ക്ഷോപ്പ് അല്ല, വാട്സപ്പ്. അതെന്നാ അത്? വാട്സപ്പ് ഉണ്ടെങ്കിൽ ചേട്ടന്റെ ഫോട്ടോ എനിക്കും കാണാം, എന്റെ ഫോട്ടോ ചേട്ടനും കാണാം. ആണോ? ഒന്ന് മേടിക്കടാ. ഞാൻ സംഘടിപ്പിച്ചു തരാം. ഞാൻ സംഘടിപ്പിച്ചടാ. ഞാൻ സംഘടിപ്പിച്ച. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനുണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട്. അയ്യോ, കല്യാണം കഴിച്ചത്? വൈഫൈ ഉണ്ട് വീട്ടിൽ. വൈഫൈ ഉണ്ട് എന്നാ പറഞ്ഞത്. കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട്? അത് ഏട്ടന്റെ മക്കളുടെ കാര്യമാണ് പറഞ്ഞത്. സുധിയേട്ടൻ. ആണോ? അപ്പൊ കുട്ടികൾ ഭയങ്കര കുസൃതിയായിരിക്കുമല്ലേ? കുട്ടികളുള്ള വീടല്ലേ? അത് ജോലി എന്താ? ജോലി ഞാൻ അഗ്രികൾച്ചറിലാണ്. അഗ്രികൾച്ചറിലാണ്. പാടത്ത് പോയി പുല്ല് വെട്ടിക്കൊണ്ടുള്ള ആടിന് കൊടുക്കണം അഗ്രികൾച്ചർ. എനിക്ക് കാണണോ? എനിക്ക് ഇപ്പൊ കാണണോ? അയ്യോ, ഇപ്പൊ കാണണോന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് വന്ന് പ്രത്യക്ഷപ്പെടാൻ ഞാൻ പരമശിവൻ. ഹലോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമല്ലേ? അയ്യോ ആനേ, പറ. ഇവിടെ വയറ്റിലെ വെള്ളം കയറി കേട്ടോ. ഇത് എങ്ങനെ ഇറങ്ങിപ്പോവും? വയറ്റിൽ വെള്ളം കയറിയാ ഇറങ്ങി പോകാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ ഇട്ടിട്ടുണ്ടല്ലോ. അയ്യോ, അതല്ല, വയറ്റിലല്ല, വയറ്റിലെ ജംഗ്ഷനിൽ വെള്ളം കയറി. ഇത് എങ്ങനെ ഇറങ്ങി പോവും? ഞാനൊരു ചൂരവടിയാത്ത് അങ്ങോട്ട് വന്നിട്ട് അടിച്ചിറക്കട്ടെ അവിടുന്ന്. അതിന് പേപ്പട്ടിയല്ലേ ഇവിടെ ചത്തവിടെ കേട്ടണേ നാറി. എന്റെ ദൈവമേ, നേരം വെളുക്കുമ്പോ തൊട്ട് ഓരോ കോൾ ഇങ്ങോട്ട് വന്നോളൂ. മഴ പെയ്യും. അടുത്ത കോള്. ഹലോ ഹലോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമല്ലേ? അങ്ങനെ പറഞ്ഞ ഒരു കേട്ടടോ. പറ സാറേ, കുട്ടനാട് ഉണ്ണിയാണ് വിളിക്കുന്നത്. മുട്ടനാടിന്റെ ഉണ്ണിയൊക്കെ ഫോൺ ചെയ്തു. അങ്ങനല്ലേ? ഇത് ചോര കുടിക്കുന്നല്ലേ? അയ്യോ, അങ്ങനല്ല. പിന്നെ സാറേ, കുട്ടനാട് ഉണ്ണി എന്റെ പേരാ. ഉണ്ണി പറ. ഉണ്ണി എന്നാ വിളിച്ചേ? ഞങ്ങളുടെ ഈ ഭാഗത്ത് മഴയിൽ ഒരു മഴ തരാമോ? അയ്യോ, നടക്കുകയല്ലോ കേട്ടോ. ഒരു മഴ ഉണ്ടായിരുന്നു, ഒരു ലോങ് ഓട്ടം പോയി കന്യാകുമാരി പെയ്തോണ്ടിരിക്കുക. നാളെ ഉച്ച കഴിഞ്ഞ് വരുമ്പോ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടാം. എന്നാ പറയുന്നു? വളരയ്ക്ക് പോവാൻ ട്രാവലർ ഒക്കെ വിളിച്ചല്ലേ? മഴയ്ക്ക് വേണ്ടിട്ട് വിളിച്ചാണ്. എന്റെ സുഹൃത്തെ, നിങ്ങൾ പറയുന്ന പോലെ പെട്ടെന്നൊന്നും മഴ പെയ്യത്തില്ല. ഹലോ, എന്ത് ആരാ? നിങ്ങൾ ആരാ വിളിക്കുന്നേ? നിങ്ങളല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വിളിച്ചേ? എന്റെ ഭർത്താവിന്റെ മൊബൈലിലോട്ടാ വിളിച്ചത്. നിങ്ങളെ ഭർത്താവിനെ വീടാണ്. ഏത് വീടാന്ന് അറിയത്തില്ല. ഏത് വീടാ? നിങ്ങളെന്തിനാ അതൊക്കെ അറിയാം? നിങ്ങളുടെ കെട്ടിനെ വിളിക്കാൻ കെട്ടിനെ നമ്പർ വിളിക്കാം. നിങ്ങൾ ആറ്റാറ് നമ്പർ വിളിച്ചാൽ കെട്ടിനെ തീർക്കുന്നത്. എന്റെ ഭർത്താവിന്റെ മൊബൈലിൽ വിളിച്ചാൽ നിങ്ങൾ എടുക്കുവോ? നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ നമ്പർ പറ. ഇത് എന്റെ സിമ്മിൽ വിളിച്ച് എന്റെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കും. നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ നമ്പർ പറ. അപ്പൊ എന്റെ ഭർത്താവിന്റെ മൊബൈൽ നിങ്ങൾ മോട്ടിച്ചതാ? നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോ കേട്ടോ. നിന്റെ കയ്യിൽ ആ മൊബൈൽ എങ്ങനെ വന്നു? ഇത് എന്റെ മൊബൈൽ എന്റെ കയ്യിലായിരുന്നു. ഞാൻ പിന്നെ താൻ ആരാണെന്ന് പറ. പിന്നാട്ട് നീ എന്നെ എടിയെന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ ആരില്ല പറഞ്ഞ എന്റെ ഫോണിൽ വിളിച്ചിട്ട് നീ ആരാ സംസാരിക്കുന്നത്? നിന്റെ കെട്ടിയാൽ എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്നെ കെട്ടിയതല്ലടോ, ഞാൻ ചുമ്മാ കയറി ചെന്നതാ. മേലെ ഈ നമ്പർ വിളിച്ചു പോയക്കരുത്. ഹലോ ഹലോ, വിജീഷ് ഉണ്ടോ? സോറി, റോങ് നമ്പർ. റോങ് നമ്പറാണോ? ഇതെവിടായിരുന്നു? കണ്ണൂര്. ഇതേത് സ്ഥലം? അഞ്ചരക്കണ്ടി. നിങ്ങളുടെ പേരെന്താ? വിനീത. വിനീത. വിനീത നല്ല പേര്, നല്ല പേര്. നിങ്ങളാരാ? ഞാൻ ഇവിടെ ബിബിഷൻ ഓടിക്കാം. ഓ, അച്ഛനമ്മ ഡോക്ടറാ. ഓക്കെ. പക്ഷെ നല്ല കേട്ടുപരിചയം ശബ്ദത്തിനെ. ഇടയ്ക്ക് ഞാൻ വിളിച്ചോട്ടെ? വെച്ചിട്ട് പോടാ പറ്റി. ഹലോ ഹലോ, പറയുവാരാ? നമ്പർ മാറി വന്നാട്ടോ. എവിടുന്ന് വിളിക്കുന്നത്? ഞാനേ മലപ്പുറം താനൂര്. എന്താ? ഞാൻ ജോലി ചെയ്യാന്ന്. എത്ര വയസ്സുണ്ട്? 10 വയസ്സിന്റെ അടിയൊക്കെ ഉണ്ടാവും. ഞാൻ പറയാനത് മടിയിനി.
അതിന്റെ ആവശ്യം വരെ ഞാൻ നമ്പർ മാറി വിളിച്ചാൽ പോയില്ല എങ്ങട്ട് കിടക്കുകയാണോന്ന് കിടക്ക് ഇല്ല ഇരിക്കാണ്. ദേഷ്യം കൂടുതലാ? ഞാൻ ദേഷ്യപ്പെട്ടിട്ടല്ലേ. പിന്നെന്താ കൂടുതലുള്ളത്? നിനക്ക് എന്നാടാ ഒന്നും കൂടുതലില്ല. ഒന്നും കൂടുതലില്ല. ഇല്ല കുളിക്ക് കഴിഞ്ഞ കുളി കഴിഞ്ഞാ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ പ്രശ്നം? എന്താണ് ഇന്ന് എന്നെ പരിചയപ്പെട്ട് എന്ത് തോന്നി? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാണാൻ തോന്നില്ല. കാണാൻ എന്റെ കണ്ണിന്റെ മുന്നിൽ പൊട്ടിക്കണുണ്ടല്ലോ. ഞാൻ തൂറി നിന്നെ. ഒരിക്കലോടും തീർക്കണോ? ഡോക്ടറെ, എന്റെ പേര് അമ്മിണിന്നാണ്. അമ്മണി പറയൂ, എന്താ കാര്യം? ഞാൻ ഈ വീട്ടു ജോലിക്കൊക്കെ പോണേ. ഓക്കെ. എന്താണ് അസുഖം? എന്താണ് അസുഖം പറയാനായിട്ട് ഞാൻ ഡോക്ടറിന്റെ വീട്ടിൽ വന്നിരുന്നു. ഓക്കെ. അപ്പൊ ഡോക്ടറിന്റെ ഭാര്യ പറഞ്ഞ് ഡോക്ടർ അവിടെ ഇല്ല, ഡോക്ടർ ഉള്ളപ്പോ വരാനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഞാൻ ടി വി വെച്ചോക്കിയപ്പോഴാണ് ഡോക്ടറിനെ കണ്ടത്. ഓക്കെ ഓക്കെ. അപ്പൊ ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് കാര്യം? പറയൂ. അതെ, ഡോക്ടറിന്റെ വീട്ടില് പണിക്കാണ്. ഹലോ, ഡോക്ടർ അല്ലേ? അതെ, ഡോക്ടറാണ്. ആ ഡോക്ടർ, എന്റെ ഭർത്താവിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ അസുഖം എന്താണെന്ന് പറയേ. മൂപ്പര് ഉറക്കത്തിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കൊറേ ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഇതിപ്പോ നിർത്താൻ എന്താ ചെയ്യാ? ഇത് മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ പകല് മൂപ്പരനെ സംസാരിക്കാൻ അനുവദിച്ചാൽ മതി.